തലവേദന അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ. ഇന്നലെ ഒരു പേഷ്യൻ്റ് ചോദിച്ചാണ്, ഒരു മൈഗ്രെയിൻ്റെ തലവേദന ചോദിക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ എന്തിനാണ് ചോദിച്ചറിയുന്നത് എന്നുള്ളത്. നോക്കൂ, മൈഗ്രെയിനിന് പല ട്രിഗറുകളുണ്ടാവും. ഇപ്പം വെയിൽ കൊള്ളുന്നത്, യാത്ര ചെയ്യുന്നത്, ഉറക്കമൊഴിയുന്നത്, വെളിച്ചടിക്കുന്നത്, അങ്ങനെ പല ട്രിഗറുകളും പലർക്കും ഉണ്ടാവും. അതൊക്കെ ട്രിഗറുകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ ട്രിഗറുകൾ മറ്റ് വ്യക്തികളിൽ തലവേദന ഉണ്ടാക്കാത്തത്? അപ്പോൾ ഈ ട്രിഗറുകളുടെ അടിയിൽ ഒരു റൂട്ട് കോസ്, ഒരടിസ്ഥാനപരമായ കാരണം ഈ മൈഗ്രെയിൻ പേഷ്യൻറ്റിന് ഉണ്ടാവും. അത് നമുക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റില്ല. അത് പ്രോപ്പറായിട്ട് കേസ് എടുക്കുമ്പോഴാണ് അത് പറ്റുന്നത്. അതായത് ചിലപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും, അതല്ലെങ്കിൽ ഒരു ക്രോണിക് ആയിട്ടുള്ളൊരു സ്ട്രെസ്സ് പേഷ്യൻ്റ് ഉണ്ടാവും. പേഷ്യൻ്റ് അതിനോട് യൂസ്ഡ് ആയിട്ട് അത് അറിയുന്നുണ്ടാവില്ല. നമ്മൾ കേസ് എടുക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാകുക. അതല്ലെങ്കിൽ മാഗ്നീഷ്യം ഡെഫിഷ്യൻസി, പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവ്, അല്ലെങ്കിൽ പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിൽ ലീഡ് ചെയ്യുന്ന മറ്റ് കാരണങ്ങൾ, ഒരടിസ്ഥാനപരമായ കാരണം നമുക്ക് മിക്ക പേഷ്യൻസിലും കണ്ടെത്താൻ പറ്റും പ്രോപ്പറായിട്ട് നമ്മൾ കേസ് എടുത്തിട്ട് ആ പേഷ്യൻറ്റിനെ പഠിച്ചാൽ. അതല്ലാതെ മൈഗ്രെയിനെ ഒരു പെയിൻ ആക്കി മാത്രം കണ്ടിട്ട് ഓരോ തവണ വരുമ്പോഴും പെയിൻ കുറയാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. എന്തുകൊണ്ട് ഈ വ്യക്തിയിൽ മൈഗ്രെയിൻ വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം.